എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഞങ്ങളൊരു പായസ റെസിപ്പിയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ പായസം അടപ്രഥമനാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് അടപ്രഥമൻ. നമ്മുടെ മലയാളികളിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസം തന്നെയാണ് അടപ്രഥമൻ. പായസങ്ങളുടെ രാജാവ് എന്ന് വേണേൽ പറയാം. ഇന്ന് എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് മുമ്പായിട്ട് ഞാൻ ഓണാശംസകൾ പറയുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസകൾ. ഇനി ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചേക്കാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വേണ്ടത് നമുക്ക് ഒരു 400 ഗ്രാം അടയാണ്. ഇത് കടയിൽ നിന്ന് മേടിച്ച് വെച്ചിരിക്കുന്ന അടയാണ്, റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന അട. 400 ഗ്രാം ഉണ്ട്. പിന്നെ അതിന് വേണ്ടി ചേർക്കാനായിട്ടൊരു 800 ഗ്രാം ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. നമുക്ക് കിട്ടിയ ശർക്കര ഒത്തിരി ബ്ലാക്ക് ആയിട്ടുള്ളതല്ല, ഇത് എന്നാലും കുഴപ്പമില്ല. ഇച്ചിരി കറുത്ത ശർക്കര ആണെങ്കിൽ ഇച്ചിരി കൂടെ കളർ കിട്ടും. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് കോക്കനട്ട് പൗഡർ ആണ്. കോക്കനട്ട് പൗഡർ റെഡിമെയ്ഡ് മേടിച്ചിട്ട് കോക്കനട്ട് പാല് പിഴിഞ്ഞ് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കോക്കനട്ട് പൗഡർ എടുത്ത് വെച്ചേക്കുന്നത്. കോക്കനട്ട് പൗഡറും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരളവിനുള്ള കോക്കനട്ട് പൗഡർ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പാല് തയ്യാറാക്കാനായിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 6 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ എടുത്തിട്ട് അത് നമ്മൾ ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക. 1 ലിറ്ററിനകത്ത് അത് നമുക്ക് ഒരു പാലിനുള്ളതായി. ഇനി അടുത്ത പാലിന് വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ തന്നെ പൗഡർ എടുത്തിട്ട് 1/2 ലിറ്റർ വെള്ളത്തിനകത്ത്, ചൂടുവെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് എടുത്തു വെക്കുക. അപ്പൊ നമുക്ക് 1-ാം പാലും 2-ാം പാലും റെഡിയായി. അത് നമ്മൾ റെഡിയാക്കി എടുത്തു വെക്കണം നമുക്ക്. പിന്നെ നമുക്ക് വെച്ചിട്ടുള്ള സാധനം ഏലക്ക, ചുക്കും കുറച്ച് പഞ്ചസാരക്കകത്ത് ഇട്ട് പൊടിച്ചു വെച്ചേക്കുന്നതാ. ഇത് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ നെയ്യ് വേണം. ബാക്കി നമുക്ക് നോർമലായിട്ടുള്ള സാധനങ്ങൾ കാഷ്നട്ട്, കിസ്മിസ്, ജീരകം പൊടിച്ചു വെച്ചേക്കുന്നത്, തേങ്ങാക്കൊത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നെയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് ചേർക്കാനുള്ളത്, ലാസ്റ്റ് ചേർക്കാനുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ, ഇനി തേങ്ങാപ്പാൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. അട നമുക്കിനി കുക്ക് ചെയ്യാനായിട്ട് അടുപ്പിലോട്ട് കയറ്റാനായിട്ടുള്ള പാകത്തിലേക്ക് പോവുകയാണ്. ഇത് നമുക്കിനി കുക്ക് ചെയ്തെടുത്തിട്ട് ബാക്കി നമുക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം അട വേവിച്ചെടുക്കാം. അത് ഒരു സൈഡ് നമുക്ക് വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശർക്കര എടുത്ത് ശർക്കര പാനി ഉണ്ടാക്കി രണ്ടും 2 സൈഡിലായിട്ട് റെഡിയാക്കാം. അത്ര നേരം കൊണ്ട്. അപ്പം അതിലേക്ക് ഞാൻ പോകാൻ പോവുകയാണ്. നമ്മൾ ഒരു പാനിന് എടുത്തിട്ട് അതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചിട്ട് ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിനകത്തോട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അട എടുത്ത് അതിനകത്തോട്ട് ഇടണം. എന്നിട്ട് അത് അടച്ചു വെക്കുക. 1 അവർ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് നന്നായിട്ട് കുക്കാവും. എന്നിട്ട് വേണം നമുക്കത് യൂസ് ചെയ്യാൻ. അത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. ഇതിന്റെ കൂടെ തന്നെ ഇപ്പം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര പാനിയാക്കാൻ വേണ്ടി നമ്മൾ ശർക്കര വെള്ളത്തിലിട്ട് ആവശ്യത്തിന് എത്രയും വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളത്തിലിട്ടിട്ട് പാനിയാക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. രണ്ടും ഇപ്പോൾ ഒരുമിച്ച് ഓരോ സൈഡിൽ വെച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അട എല്ലാം നല്ല കുക്കായിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ശർക്കര പാനിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി എല്ലാം വെച്ചേക്കാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാത്രം എടുത്ത് അടുപ്പ് കത്തിച്ച് വെച്ചു. ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് നമ്മൾ ഇനി ചെയ്യുന്നത് അടയെടുത്ത് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വിടുക. നമ്മൾ അട ഈ പാത്രത്തിനകത്തോട്ട് ഇട്ടു. നല്ല ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വെള്ളമെല്ലാം നമ്മൾ കളഞ്ഞ് കഴുകി, നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് അടയെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം മേളിൽ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി നല്ല ക്ലീൻ ആയിട്ട് സിംഗിൾ ആയിട്ട് അട കിട്ടും. അത് നമ്മൾ ഇനി ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കുക. ഇനി നമ്മൾ ഈ അടയിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ശർക്കര പാനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ശർക്കര പാനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതിന് നമ്മൾ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കും. നമ്മൾ ഇനി ഈ ശർക്കര പാനി നന്നായിട്ട് അടയ്ക്കകത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്ക് കുറുകി വരണം. കുറുകി വന്ന് നന്നായിട്ട് ശർക്കര പാനി അടയെ പിടിച്ചു കഴിഞ്ഞ് ഈ ശർക്കര ഒരു നൂല് പരുവമാകും. അന്നേരം നമുക്കിത് നിർത്തി വേണം നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ അടയ്ക്കകത്ത് ശർക്കര പാനി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സ് ചെയ്ത് നന്നായിട്ട് ആയിരിക്കുന്ന ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പാലൊക്കെ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു 1/2 സ്പൂണ് നെയ്യ് ഒന്ന് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവുക. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിലേക്ക് നേരെ ഇനി 2-ാം പാല് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നേ. 2-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ചെയ്യണ്ടേ. ഇതിനെയും കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊന്ന് നന്നായിട്ട് കുറുകി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി
അടുത്ത ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ലാസ്റ്റിൽ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇച്ചിരി ഏലക്കയൊക്കെ പൊടിച്ചത് ഇടാനുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച അട നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. രണ്ടാം പാൽ ഒഴിച്ചത് ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു കുറച്ച് നെയ്യും കൂടെ, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഇനി ഇതിനകത്ത് ഇളക്കി കഴിഞ്ഞിട്ട് ഇനി 1 നുള്ളു ഉപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ, അത് 1 നുള്ളു ഉപ്പ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ജീരകം കൂടെ ചെറുകെ ഒന്ന് മേളി വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഏലക്ക, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച് പറഞ്ഞ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചു വെച്ച് പഞ്ചസാരക്കകത്ത് പൊടിച്ചു വെച്ചത് അതും ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് വിതറി അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് ഇച്ചിരി അത്യാവശ്യം നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് കൂടുതലോ കുറവോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഇടാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഇത് പൊടിച്ചു വെച്ചേക്കുന്ന ഇത് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇനിയിപ്പം ഒന്നാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി കുറുകുകയും വേണ്ട, അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് നമ്മുടെ കിസ്മിസും കാഷ്യൂനട്ടും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തും ഉണ്ട്, ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കണം. ഞാൻ ആദ്യം ഇപ്പൊ ഇതിനകത്ത് ഇനി നമ്മൾ കാഷ്യൂനട്ട് വറുത്തെടുക്കുക. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ ഇതിന്റെ കൂടെ കിസ്മിസും കൂടി ഇട്ട് വറുത്തെടുക്കുക. ഇത് പെട്ടെന്ന് ആയിക്കോളും, കിസ്മിസ് പെട്ടെന്ന് ആകുന്നുണ്ട്. നമ്മൾ വറുത്തെടുക്കുക. കൊത്തും കൂടെ വറുത്തെടുക്കുക. അതൊന്നിട്ട് തേങ്ങാക്കൊത്തും കൂടെ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ, ഗോൾഡൻ ബ്രൗൺ കളറിലാകുന്നിടം വരെ നമ്മളൊന്ന് വറുത്തെടുക്കുക. നമ്മുടെ അടപ്രഥമൻ നന്നായിട്ട് റെഡിയായി, നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോ ചെയ്യുന്നത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് ഇനി വറുത്ത് വെച്ചേക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ എന്നിട്ടൊന്ന് ജസ്റ്റ് അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാനായിട്ട് എടുത്തുവെച്ചാൽ മാത്രം മതി. നല്ല കറക്റ്റ് പാകത്തിന് സ്വാദിഷ്ടമായ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പാകത്തിന് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളും എല്ലാവരും ഇതൊന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് ഈ അടപ്രഥമൻ വെച്ച് നോക്കണം. അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ തിരുവോണാശംസകൾ. ഞങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യുക.